वक्रतुंड महाकाय सूर्यकोटि समप्रभा निर्विघ्नं कुरु मे देवा सर्वकार्येषु सर्वदा। गुरुर्ब्रह्मा गुरुर्विष्णु गुरुर्देवो महेश्वरः गुरुः साक्षात् परब्रह्म तस्मै श्री गुरवे नमः। ഓം ശ്രീ ഗുരുഭ്യോ നമ. SMECTKP അസ്ട്രോ സെൻറ്റർ നിങ്ങളേവരെയും സ്വാഗതം ചെയ്യുന്നു. നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും സർവ്വ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ നമ്മുടെ വിഷയം ജൂലൈ മാസത്തിൻ്റെ സമ്പൂർണ്ണ ഫലത്തെക്കുറിച്ചാണ്. അതിനു മുമ്പ് ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ജ്യോതിഷ സംബന്ധമായ എല്ലാ ആവശ്യങ്ങൾക്കും ജ്യോതിഷ പഠനത്തിനുമൊക്കെ SMECTKP അസ്ട്രോ സെൻറ്ററുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ്. ജ്യോതിഷം ഓൺലൈനായിട്ടും നേരിട്ടുമുള്ള ക്ലാസ്സുകൾ കൊടുക്കുന്നുണ്ട്. പിന്നെ ജ്യോതിഷം പഠിക്കാൻ പ്രത്യേക ജാതിയോ മതമോ പ്രായമോ ഒന്നും നോക്കേണ്ട ആവശ്യമില്ല. പഠിക്കുവാനുള്ള ആഗ്രഹം മാത്രമുണ്ടായാൽ മതി. ഏതൊരാൾക്കും പഠിക്കാൻ കഴിയുന്ന ഒരു ശാസ്ത്രമാണിത്. പിന്നെ സംസ്കൃതം അറിയണമെന്ന യാതൊരു നിർബന്ധവുമില്ല. മലയാളം വായിക്കാനും എഴുതുവാനും അറിയുന്ന ആർക്കും പഠിക്കാവുന്ന ഒരു ശാസ്ത്രമാണ് ജ്യോതിഷം. പിന്നെ കൺസൾട്ടേഷനും ചെയ്തു കൊടുക്കുന്നുണ്ട്. കൺസൾട്ടേഷന് ബുക്കിംഗ് ആവശ്യമാണ്. ഫീസ് അടച്ച് ബുക്കിംഗ് ചെയ്ത ഉടനെ തന്നെ നിങ്ങൾക്ക് കൺസൾട്ടേഷനുള്ള സമയം തന്നിരിക്കുന്നതായിരിക്കും. ഇനി നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം. ജൂലൈ മാസത്തിലെ ഗ്രഹനില ഒന്ന് പരിചയപ്പെടുത്താം. ജൂലൈ മാസം 1-ാം തീയതി ഇടവ രാശിയിൽ ശുക്രനും, മിഥുന രാശിയിൽ വ്യാഴവും സൂര്യനും, കർക്കിടക രാശിയിൽ ബുധനും, ചിങ്ങത്തിൽ കുജൻ, ചന്ദ്രൻ, കേതു എന്നീ ഗ്രഹങ്ങളും, കുംഭത്തിൽ സർപ്പിയും മീനത്തിൽ ശനിയുമാണ് ഗ്രഹനില. ഈ ഗ്രഹനിലയുടെ അടിസ്ഥാനത്തിൽ ഓരോ രാശിയിലുമുള്ള 2.25 നക്ഷത്രക്കാരുടെ സമ്പൂർണ്ണ ഫലങ്ങൾ വിശദീകരിച്ച് പറയാം. കുംഭം രാശിയിലുള്ള അവിട്ടം 3-4 പാദം, ചതയം, പൂരോരുട്ടാതിയുടെ 1-2-3 പാദം എന്നീ നക്ഷത്രങ്ങളിൽ ജനിച്ചവർക്കും, അതേപോലെ കുംഭലഗ്നത്തിലൊക്കെ ജനിച്ചവർക്കും, പിന്നെ കുജൻ്റെ ദശ, രാഹുവിൻ്റെ ദശ, വ്യാഴത്തിൻ്റെ ദശയൊക്കെ നടക്കുന്നവർക്കും ഈ മാസം രാശിനാഥനും ലഗ്നാധിപനുമായ ശനീശ്വരൻ ഈ രാശിക്കാർക്ക് ധന കുടുംബ വാക്കുസ്ഥാനത്താണ് നിൽക്കുന്നത്. എടുത്തു പറയാനുള്ളത് കർമ്മകാരകനായ ശനി ധനകാരകനായ വ്യാഴക്ഷേത്രത്തിൽ ധനകാരകത്വം വഹിച്ച് നിൽക്കുന്നത് വളരെ നല്ലൊരു കാര്യം തന്നെയാണ്. അതുമാത്രമല്ല ശനി സ്വന്തം നക്ഷത്രത്തിലാണ് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ധനപരമായ കാര്യങ്ങളിലൊക്കെ നേട്ടങ്ങളുണ്ടാകും. ശനി മന്ദതയുടെ കാരകനായതുകൊണ്ട് എന്ത് തരുകയാണെങ്കിലും ശരി പതുക്കെ പതുക്കെ തരുകയുള്ളൂ. ആയതിനാൽ പടിപ്പടിയായ മുന്നേറ്റം പ്രതീക്ഷിക്കാവുന്നതാണ്. കർമ്മപരമായ എല്ലാ കാര്യങ്ങളിലും നല്ല മുന്നേറ്റമൊക്കെ ഉണ്ടാകും. ഏതൊരു കാര്യത്തെക്കുറിച്ച് സംസാരിക്കുകയാണെങ്കിലും ശരി വളരെ ആലോചിച്ചും നിദാനമായിട്ട് മാത്രമേ സംസാരിക്കുകയുള്ളൂ. കുറച്ച് കാര്യങ്ങൾ മാത്രം പറയുകയാണെങ്കിലും ശരി അതിലുള്ള അർത്ഥം വളരെ വലുതായിരിക്കും. പണമൊക്കെ ചെലവ് ചെയ്യേണ്ടി വരുമ്പോൾ വേണോ വേണ്ടയോ എന്നൊക്കെ ഒരുപാട് ആലോചിച്ച ശേഷം മാത്രമേ ചെലവ് ചെയ്യുകയുള്ളൂ. വളരെ പിശുക്കൊക്കെ കാണിക്കും. പണം സമ്പാദിക്കണമെന്ന് ചിന്തിക്കുകയല്ലാതെ സമ്പാദിച്ച പണത്തെ അനുഭവിക്കാൻ ഒരിക്കലും ശ്രമിക്കുകയില്ല. അത്ര പെട്ടെന്ന് ഇവർ ആരെയും വിശ്വസിക്കുന്ന കൂട്ടത്തിലല്ല. ഒരാളൊരു കാര്യം പറഞ്ഞാൽ അതിനെപ്പറ്റി പല ആവർത്തി ചിന്തിച്ച് അതിലെ ശരിയും തെറ്റും ഒക്കെ കൂട്ടിക്കിഴിച്ച് നോക്കിയ ശേഷം മാത്രമേ ആ കാര്യത്തിനായിട്ടൊക്കെ ഇറങ്ങിത്തിരിക്കുകയുള്ളൂ. പ്രണയബന്ധമൊക്കെ ഉള്ളവരാണെങ്കിൽ പ്രണയിതാവിനോട്, അതേപോലെ കുട്ടികളോടുമൊക്കെ തൻ്റെ അധികാരം കാണിക്കും. സമൂഹത്തിൽ അധികാര പദവികളിലൊക്കെ വഹിക്കുവാൻ കഴിയും. എപ്പോഴും ഇവരുടെ അധികാരം മറ്റുള്ളവരോട് കാണിക്കാൻ ശ്രമിക്കും. കലകളിലൊക്കെ താല്പര്യം വർദ്ധിക്കും. കലയുമായി ബന്ധപ്പെട്ട സ്ഥാപനങ്ങളിലൊക്കെ തൻ്റെ അധികാരം ഉപയോഗിക്കും. കക്ഷി രാഷ്ട്രീയങ്ങളിലൊക്കെ സജീവമായി പ്രവർത്തിക്കുകയും പ്രധാനപ്പെട്ട ചുമതലകളൊക്കെ ഏറ്റെടുത്ത് അതിൻ്റെ നിർവാഹശേഷിയൊക്കെ തെളിയിക്കാനും അവസരങ്ങളൊക്കെ ഉണ്ടാകും. കമ്മീഷൻ അടിസ്ഥാനത്തിലുള്ള തൊഴിലുകളൊക്കെ ചെയ്യുന്നവർക്ക് സമയം വളരെ അനുകൂലം തന്നെയാണ്. മുതൽ മുടക്കില്ലാത്ത ഏത് ബിസിനസ് ആയാലും ശരി അവയിലൊക്കെ നല്ല വിജയം ഉണ്ടാകും. പ്രത്യേകിച്ച് കമ്മ്യൂണിക്കേഷനായി ബന്ധപ്പെട്ട തൊഴിൽ, ഷെയർ മാർക്കറ്റ് എന്നിവയിൽ നിന്നൊക്കെ ലാഭമുണ്ടാകും. സർക്കാർ വക കോൺട്രാക്റ്റൊക്കെ എടുത്ത് നടത്തുന്നവർക്കും വളരെ അനുകൂലമായൊരു സമയം തന്നെയാണ്.
വളരെ നല്ല സമൂഹ ബന്ധമൊക്കെ ഉണ്ടാകും. ഈ രാശി ലഗ്നക്കാരുടെ ശത്രുക്കൾ അധികവും സ്ത്രീകളായിരിക്കും. ഈ മാസം ശത്രുക്കളെ ജയിക്കാനൊക്കെ കഴിയുന്ന ഒരു മാസം കൂടിയാണ്. ആത്മീയപരമായ കാര്യങ്ങളിൽ താല്പര്യമുണ്ടാകും. യോഗ, ധ്യാനം എന്നിവയൊക്കെ പഠിക്കുകയും പഠിപ്പിക്കുകയും ഒക്കെ ചെയ്യാനുള്ളൊരു യോഗമൊക്കെയാണ് കാണുന്നത്. സംയോജിതമായി ചിന്തിച്ച് പ്രവർത്തിക്കുക എന്നത് ഈ മാസം കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ്. അതേപോലെ വിവാഹ ജീവിതത്തിൽ ജീവിത പങ്കാളിയോട് വളരെ സ്നേഹമൊക്കെ ഉണ്ടെങ്കിലും അവരുടെ മേൽ അധികാരസ്വരമൊക്കെ ഉയർന്നു തന്നെ നിൽക്കും. അതുകൊണ്ട് തന്നെ അപ്പോൾ ചെറിയ ചെറിയ വാക്കുവാദങ്ങളൊക്കെ നടക്കും. ഈ രാശി ലഗ്നത്തിലുള്ള വിവാഹപ്രായക്കാർക്ക് വിവാഹത്തിന് സമയം വളരെ അനുകൂലം തന്നെയാണ്. പിന്നെ ദമ്പതികൾ തമ്മിലുള്ള ഐക്യതയൊക്കെ വർദ്ധിക്കും. പ്രണയിതാക്കൾക്ക് പ്രണയം വിവാഹത്തിലൊക്കെ എത്തിക്കും. ഭൂമി സംബന്ധമായ പല നേട്ടങ്ങളും ഉള്ളൊരു യോഗമാണ് കാണുന്നത്. അതേപോലെ റിയൽ എസ്റ്റേറ്റ്, കൺസ്ട്രക്ഷൻ മേഖലയിലൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് നല്ല ഉയർച്ചകളൊക്കെ ഉണ്ടാകും. ഈ രാശി ലഗ്നത്തിലുള്ള വീട് കെട്ടാൻ ആഗ്രഹിക്കുന്നവർക്കാണെങ്കിൽ വീട് കെട്ടാൻ സമയം അനുകൂലം തന്നെയാണ്. അതേപോലെ ആഡംബരമായിട്ടുള്ള വാഹനങ്ങളൊക്കെ വാങ്ങിക്കും. പഴയ വാഹനങ്ങളൊക്കെ മാറ്റി പുതിയ വാഹനങ്ങൾ വാങ്ങിക്കാനും കഴിയും. ഇവരുടെ ചിന്തയും പ്രവൃത്തിയും ഒക്കെ വളരെ വ്യത്യസ്തമായി കാണപ്പെടും. എനിക്കെല്ലാം അറിയാവുന്ന ഒരു അഹന്തയും കൂടെ ഇവർക്കുണ്ടാകും. അന്യനാട്, അന്യമതം, അന്യഭാഷ, അന്യജാതി ഇവയിലൊക്കെ പ്രത്യേകം താല്പര്യം കാണിക്കും. കുട്ടികളോടൊക്കെ വളരെ സ്നേഹത്തോടു കൂടി പെരുമാറും. കുട്ടികൾക്ക് ആത്മീയപരമായ കാര്യങ്ങളൊക്കെ പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കാനും ശ്രമിക്കും. മനസ്സിലെപ്പോഴും സന്തോഷവും സമാധാനവും ഒക്കെ ഉണ്ടാകും. സംഗീതം, മറ്റ് കലകൾ, ജ്യോതിഷം ഇവയിലൊക്കെ നല്ല താല്പര്യം ഉണ്ടാകും. പഴവർഗ്ഗങ്ങൾ, മധുരപലഹാരങ്ങൾ എന്നിവയിൽ താല്പര്യം വർദ്ധിക്കും. പ്രകൃതിദത്തമായ വസ്തുക്കളൊക്കെ ഉപയോഗിച്ച് ആരോഗ്യം വർദ്ധിപ്പിക്കുകയും ശരീരഭംഗി നിലനിർത്തുകയും ഒക്കെ ചെയ്യും. ശരീരാധ്വാനമില്ലാത്ത പ്രവർത്തികൾ ചെയ്യാൻ ഇഷ്ടപ്പെടും. ഗണിതത്തിലൊക്കെ കഴിവ് തെളിയിക്കാൻ കഴിയും. കാലദേശ വർത്തമാനത്തിനനുസരിച്ചുള്ള പ്രവൃത്തികളൊക്കെ ചെയ്യും. നിയമവിരുദ്ധമായ പ്രവൃത്തികൾ ചെയ്യുന്നവർ മൂലം ചില പ്രശ്നങ്ങളൊക്കെ നേരിടേണ്ടതായിട്ടും വരും. കുടുംബത്തിൽ സന്തോഷവും സമാധാനവും ഒക്കെ ഉണ്ടാകും. ഇവരുടെ വാക്കുകൾക്ക് കുടുംബത്തിലുള്ളവർ വളരെയധികം അംഗീകാരങ്ങളൊക്കെ നൽകും. സഹോദരങ്ങളുമായിട്ടൊക്കെ നല്ല ബന്ധമുണ്ടാകും. സഹോദരങ്ങൾ നിമിത്തം പണവരവിനുള്ളൊരു യോഗവും കൂടിയൊക്കെ കാണുന്നുണ്ട്. സഹോദരങ്ങളുടെ ആരോഗ്യനില മധ്യമമായിട്ടാണ് കാണുന്നത്. പിന്നെ മാതാവിൻ്റെ ആരോഗ്യസ്ഥിതി തൃപ്തികരം തന്നെയാണ്. മാതൃകുടുംബത്തിലുള്ളവരുമായിട്ടൊക്കെ നല്ല ബന്ധമാണ് കാണുന്നത്. മാതൃകുടുംബത്തിൽ നിന്ന് സ്വത്തൊക്കെ കിട്ടാനുള്ളവർക്ക് അവയെല്ലാം കിട്ടാനുള്ള ഒരു സാഹചര്യം കൂടി കാണുന്നുണ്ട്. സന്താനങ്ങളെ കൊണ്ട് സുഖവും സന്തോഷവും ഒക്കെ അനുഭവിക്കാൻ കഴിയും. സന്താനങ്ങളുടെ ആരോഗ്യനിലയും തൃപ്തികരം തന്നെയാണ്. സന്താനങ്ങളാൽ ധനപരമായ നേട്ടങ്ങളും കൂടി കാണുന്നുണ്ട്. കോടതി വഴക്ക് പ്രശ്നങ്ങളൊക്കെ ഉള്ളവർക്ക് സമയം അത്ര അനുകൂലമായി കാണുന്നില്ല. ഈ രാശിക്കാരുടെ ആരോഗ്യനില മധ്യമമായിട്ടാണ് കാണുന്നത്. അതായത് ഞരമ്പ് സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ, അലർജി, ജലസംബന്ധമായ രോഗങ്ങൾക്കൊക്കെ യോഗം കാണുന്നുണ്ട്. വയറുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾക്കുള്ള യോഗവും കൂടിയുണ്ട്. അതായത് ഭക്ഷണക്രമക്കേട് ഉണ്ടാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. പുതിയതായിട്ട് ജോലി അന്വേഷിക്കുന്നവർക്ക് മന്ദനിലയിലാണ് കാണുന്നത്. ജോലിയിലുള്ളവർക്ക് സമാധാനപരമായ ഒരു അന്തരീക്ഷമായിരിക്കും. ഗുണവും ദോഷവും ഇല്ലാത്ത ഒരു അവസ്ഥയാണ് ജോലിയിലുണ്ടാവുക. പിതാവിൻ്റെ ആരോഗ്യനില ഉത്തമം തന്നെയാണ്. പിതാവിന് സ്ത്രീകൾ നിമിത്തം ചില പ്രശ്നങ്ങളെ നേരിടേണ്ടതായിട്ടുള്ള ഒരു സാഹചര്യം കൂടി ഉണ്ടാകും, ശ്രദ്ധിക്കുക. പിതാവിൻ്റെ കുടുംബത്തിലുള്ളവരുമായിട്ടൊക്കെ നല്ല ബന്ധമുണ്ടാകും. പിതൃകുടുംബത്തിൽ നിന്ന് സ്വത്തൊക്കെ കിട്ടാനുള്ളവർക്ക് സ്വത്ത് കിട്ടാനുള്ള യോഗവും കാണുന്നുണ്ട്. കർമ്മപരമായിട്ടുള്ള എല്ലാ കാര്യങ്ങളിലും തൃപ്തിയുണ്ടാകും. ഉറ്റമിത്രങ്ങൾ, മൂത്ത സഹോദരങ്ങളൊക്കെ സഹായിക്കും. മരുമക്കളുടെ സ്നേഹവും സുഖവുമൊക്കെ അനുഭവിക്കാൻ കഴിയുന്ന ഒരു മാസം തന്നെയാണ്. വിദ്യാർത്ഥികൾക്ക് പഠനത്തിന് വളരെയധികം മനസാന്നിധ്യമൊക്കെ ഉള്ളൊരു മാസം തന്നെയാണ്. പൊതുവെ പറഞ്ഞാൽ ഈ മാസം ഈ രാശി ലഗ്നക്കാർക്ക് സാമാന്യം നല്ല ഫലങ്ങൾ തന്നെയാണ് അനുഭവിക്കാൻ കഴിയുക. ഇവയെല്ലാം ഈ രാശി ലഗ്നക്കാരുടെ ഈ മാസത്തെ ഗ്രഹനിലയുടെ അടിസ്ഥാനത്തിലുള്ള പൊതുവായ ഫലങ്ങൾ മാത്രമാണ്. അവരവരുടെ ജനനകാല ഗ്രഹനിലയ്ക്കനുസരിച്ച് തത്സമയം നടക്കുന്ന ദശ അപഹാരങ്ങൾക്കനുസരിച്ച് ഫലങ്ങളിൽ ചില മാറ്റങ്ങളൊക്കെ ഉണ്ടാകുമെന്നുകൂടി പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ്.
ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ വേണ്ടപ്പെട്ടവർക്കും സുഹൃത്തുക്കൾക്കുമൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. വേറൊരു വിശേഷവുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.